ഇനി നമ്മൾ CPI ഉടക്കിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ PMC ധാരണാപത്രം ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് CPI അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നാളെ നടക്കാനിരുന്ന മന്ത്രിസഭാ യോഗം വൈകിട്ട് 3:30 മാറ്റിയിട്ടുണ്ട്. മന്ത്രിസഭാ യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ തീരുമാനിച്ച CPIയുമായി ചർച്ചയ്ക്ക് വേണ്ടിയാണ് സമയമാറ്റമെന്നാണ് സൂചന. ഇടതുമുന്നണി യോഗം ചേർന്ന് പദ്ധതിയെക്കുറിച്ച് വിശദമായ ചർച്ച നടത്താനും നേരത്തെ ധാരണയായിട്ടുണ്ട്. റിപ്പോർട്ടിലേക്ക്. PM ശ്രീയുമായി ബന്ധപ്പെട്ട് കടുത്ത പ്രതിഷേധത്തിൽ തന്നെയാണ് CPI ഉള്ളത്. എന്നാൽ സമവായത്തിലൂടെ പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യതയാണ് CPM തേടുന്നത്. ഏതായാലും CPI സംബന്ധിച്ചിടത്തോളം നാളെ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ 4 മന്ത്രിമാരും പങ്കെടുക്കേണ്ടതില്ല എന്നൊരു ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് CPI നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മന്ത്രിസഭാ യോഗത്തിന്റെ സമയം മാറ്റിയിട്ടുണ്ട്. കൂടുതൽ ചർച്ചയ്ക്ക് സമവായത്തിനുള്ള സാധ്യതകളാണ് അവിടെയും CPIയും സർക്കാരും തേടുന്നത്. സാധാരണഗതിയിൽ ബുധനാഴ്ച 10 മണിക്കാണ് മന്ത്രിസഭാ യോഗം നടക്കാറ്. നാളെ ഏതായാലും സമയം 3:30 മാറ്റിയിട്ടുണ്ട്. അതിനിടയ്ക്ക് CPI നേതാക്കളുമായി മന്ത്രിമാരുമായി ഒരു ചർച്ചയ്ക്കുള്ള സാധ്യതയാണ് അവിടെയും CPM കാണുന്നത്. പക്ഷേ ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകാതെ യാതൊരു തരത്തിലും സമവായത്തിന് വഴങ്ങേണ്ടതില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് CPI തുടരുന്നത്. ഇനി ഏത് രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് ചോദ്യമായി തുടരുന്നത്. ഒപ്പം തന്നെ ഇന്ന് ബിനോയ് വിശ്വം MN സ്മാരകത്തിൽ എത്തിയെങ്കിലും ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ കൂടുതൽ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. അതേസമയം ഈ വിഷയത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് അതേപോലെ തന്നെ നടപ്പാക്കാനല്ല സർക്കാരിന്റെ ഉത്തരവാദിത്തം എന്നുള്ള മറുപടിയാണ് CPM സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ടേക്ക് വെച്ച എല്ലാ മുദ്രാവാക്യവും നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ് എന്ന തെറ്റിദ്ധാരണ വേണ്ട. അതാണ് പരിമിതി, അതാണ് ഗവൺമെന്റിന്റെ പരിമിതി. ഒരു ഭാഗത്ത് പരിമിതിയുണ്ട്, മറുഭാഗത്ത് അവസരം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ സഹായിക്കുക. പരിമിതി ഉണ്ട് എന്ന് ജനങ്ങൾ മനസ്സിലാക്കുക. PM ശ്രീയിൽ ഏറ്റുമുട്ടൽ തുടർന്നാൽ മുന്നണിക്ക് നഷ്ടമാകുന്ന ശ്രീയെക്കുറിച്ച് 2 പാർട്ടികൾക്കും ബോധ്യമുണ്ട്. അതുകൊണ്ട് ഒരു സമവായ സാധ്യത തന്നെയാണ് 2 പാർട്ടികളും മുന്നിൽ കാണുന്നത്. AK സ്റ്റെഫൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. എന്നോടൊപ്പം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത AK സ്റ്റെഫനും വിലയിരുത്തലുമായി അഭിലാഷ് മോഹനും കൂടി ചേരുകയാണ്. സ്റ്റെഫൻ, ഇപ്പോഴും നടക്കുന്ന സമവായ നീക്കങ്ങൾ CPM മുന്നിട്ട് നടത്തുന്ന നീക്കങ്ങൾ എന്താണ്? ഏതായാലും നാളെ മന്ത്രിസഭാ യോഗം സാധാരണഗതിയിൽ എല്ലാ ബുധനാഴ്ചയും 10 മണിക്കാണ് നടത്തേണ്ടത്. എന്തായാലും സമയക്രമം അതിനനുസരിച്ച് വൈകിട്ടത്തേന് മാറ്റിയിട്ടുണ്ട്. ഒരുപക്ഷെ പ്രധാനപ്പെട്ട CPIയുടെ നേതാക്കൾ മന്ത്രി K രാജൻ ഉൾപ്പെടെയുള്ളവർ തൃശ്ശൂരിലാണ് ഇപ്പോൾ ഉള്ളത്. അവരൊക്കെ വന്ന് കഴിഞ്ഞ് നാളെ ഏതെങ്കിലും തരത്തിലൊരു ചർച്ചയ്ക്ക് സാധ്യതയുണ്ടോ, സമവായത്തിന് സാധ്യതയുണ്ടോ എന്നൊരു വഴി കൂടി CPM തേടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ LDF യോഗം അടുത്ത ദിവസങ്ങളിൽ തന്നെ ചേരും. സമയം ഏതായാലും തീരുമാനിച്ചിട്ടില്ല. നേതാക്കളുടെ സൗകര്യം, മുഖ്യമന്ത്രിയുടെ വിദേശ പര്യടനത്തിൻ്റെയൊക്കെ സൗകര്യം, അതൊക്കെ നോക്കി ഏതായാലും സമവായത്തിന്റെ വഴി ഇത് ഇപ്പോഴും അടഞ്ഞിട്ടില്ല. പക്ഷേ ഇന്നലെ ഉണ്ടായിരുന്ന അത്രയധികം തുറന്ന നിലപാടിൽ CPM നിൽക്കുന്നില്ല എന്ന് നമുക്ക് ഇന്നത്തെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തോന്നുന്നു. ഒരുപക്ഷെ ഇന്ന് തൃശ്ശൂർ മണ്ണൂത്തിയിലെ കാർഷിക സർവകലാശാലയിലേക്കുള്ള SFI മാർച്ച് അത്ര നിസ്സാരമാണ് എന്ന് കരുതാൻ കഴിയില്ല. കാരണം അതിന് പിന്നിൽ ഒരു അജണ്ട ഉണ്ട്. കാരണം എന്താണ്, കാർഷിക സർവകലാശാലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം ഉണ്ട്, നേരത്തെ പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ. അപ്പോൾ അത് അത്ര ലാഘവത്തോടുകൂടി കാണാൻ കഴിയില്ല എന്നൊരു പ്രശ്നം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. അഭിലാഷ്, 4-ാം തീയതി എക്സിക്യൂട്ടീവ് ചേരാൻ പോകുന്നുണ്ട്. അതിന്റെ പിറ്റേന്ന് മന്ത്രിസഭാ യോഗമുണ്ട്. അപ്പോൾ നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്യുന്നു. ആ വിട്ടുനിൽക്കൽ ഒരു സമീപനം തുടർന്നാൽ നമ്മൾ ഈ ഒരു സില്ലിയായിട്ട് കാര്യങ്ങളെ കണ്ടിട്ട് ഒരു ദിവസം മാത്രം ഒരു പ്രശ്നമായത് മാറുകയല്ല ചെയ്യുന്നത്. 4 പ്രധാനപ്പെട്ട വകുപ്പുകളാണ്, വകുപ്പ് മന്ത്രിമാരാണ് വിട്ടുനിൽക്കപ്പെടുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ മറുവശത്തുള്ള നീക്കങ്ങൾ, ഈ കരാർ പിൻവലിക്കണം എന്നതാണ് ആവർത്തിച്ച് നേതാക്കൾ ഈ കരാറെ മരവിപ്പിക്കണം എന്ന രീതിയിലേക്കാണ് പോകുന്നത്. മറുവശത്ത് എന്താണ് തന്ത്രപരമായ നീക്കങ്ങൾ നടത്തുന്നത്? ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്താണ് അഭിലാഷ് പ്രതീക്ഷിക്കുന്നത്? ഇത് സങ്കീർണമാവുകയാണ്. ഈ വിഷയം ഇനി CPI എസ്കലേറ്റ് ചെയ്യുകയാണ് എങ്കിൽ അത് കയ്യിൽ നിന്ന് പോകാനാണ് സാധ്യത. കാരണം CPI മന്ത്രിമാർ മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് നൽകിയിട്ടുണ്ട്. അത് ഈ തീരുമാനം പിൻവലിക്കണം. അതായത് മന്ത്രിസഭാ യോഗ തീരുമാനത്തിന് വിരുദ്ധമായി ഒപ്പുവെച്ച MOU അത് റദ്ദാക്കപ്പെടണം എന്ന നിലപാടിൽ CPI മന്ത്രിമാർ നിൽക്കുമ്പോൾ അത് മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം എന്നൊരു വലിയ പ്രശ്നമുണ്ട്. മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം തകരുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ CPIM ഇന്നലെ ഒരു സമവായ ഫോർമുല മുന്നോട്ട് വെച്ചിരുന്നു. CPIയെ ഈ കാര്യം ബോധിപ്പിക്കാനായിരുന്നു മുഖ്യമന്ത്രി നേരിട്ട് ശ്രമിച്ചത്. പക്ഷേ CPI അതിന് വഴങ്ങിയില്ല. ഈ MOU റദ്ദാക്കൂ, ബാക്കിയൊക്കെ പിന്നീട് എന്ന കടുത്ത നിലപാടിലായിരുന്നു ഇന്നലെ ബിനോയ് വിശ്വം. അവിടെ അഭിലാഷ്, ഈ മുഖ്യമന്ത്രി പോലും ഇടപെട്ടിട്ടും വഴങ്ങിയില്ല എന്നൊരു വികാരം, ഒരു മുറിവേൽക്കൽ പോലെ ഒരു ഇത് CPM ഉണ്ടോ?
അല്ല, ഇതിൽ ഒരു കാര്യം കാണേണ്ടത്, ഇതുവരെ CPM ഈ വിഷയത്തിൽ പ്രത്യാക്രമണം നടത്തിയിട്ടില്ല. അതായത് CPIയുടെ ഭാഗത്തു നിന്ന്, CPIയുടെ യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്നൊക്കെ രൂക്ഷമായ ആരോപണങ്ങൾ സൈബർ ഇടങ്ങളിൽ പോലും മറ്റു രീതിയിലേക്ക് വരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പൊ SFIക്കാരുടെ പിന്നെ മുണ്ടുപൊക്കിയാൽ അടിയിൽ കാവിക്കളസം കാണാമെന്ന് വരെ രൂക്ഷമായ ആരോപണ പ്രത്യാരോപണങ്ങൾ CPIയുടെ യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായപ്പോഴും തിരികെ CPIM പ്രതിരോധിച്ചിരുന്നത്. മാത്രമല്ല CPIM തീരുമാനിച്ചൊരു കാര്യം, ടെലിവിഷൻ ചർച്ചയിലും മറ്റൊന്നും CPI പ്രതിനിധികൾ ഉണ്ടെങ്കിൽ അവരെ ആക്രമിക്കുന്ന വിധത്തിൽ അവരുടെ പ്രതിനിധികൾ പങ്കെടുക്കേണ്ട എന്ന് പോലും തീരുമാനിച്ചിരുന്നു. അപ്പോൾ CPIയുമായി ഒരു തർക്കം വേണ്ടതില്ല എന്നാണ് ഇതുവരെയുള്ള നിലപാട്. ഇതുവരെ എന്ന് പറഞ്ഞാൽ ഈ നിമിഷം വരെയും അങ്ങനെയാണ്. അപ്പോഴാണ് ഇപ്പോൾ നേരത്തെ സ്റ്റെഫിൻ സൂചിപ്പിച്ചതുപോലെ മണ്ണുത്തിയിലെ വിദ്യാർത്ഥി സമരം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. മണ്ണുത്തി കാർഷിക സർവകലാശാല കൃഷി വകുപ്പ് മന്ത്രിയുടെ കൂടി പ്രൊറോഗേറ്റീവിലുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള നീക്കങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാകുമെന്ന് മാത്രമല്ല, CPIM തിരിച്ചടിക്കാൻ തീരുമാനിച്ചാൽ, അതായത് ഇങ്ങോട്ട് പറഞ്ഞ കാവ്യവൽക്കരണ ആരോപണത്തിന് മറുപടി ഇപ്പോൾ ഈ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് മാത്രമല്ല കേട്ടോ, കാർഷിക സർവകലാശാലയിൽ വരുന്നുണ്ട്. ഇപ്പോൾ പുതുതായി അവിടെ ഒരു വിദ്യാർത്ഥി ചേർന്നാൽ ദീക്ഷ നോക്കൂ, അത് കാർഷിക സർവകലാശാല ഉണ്ട്. അതിന് മന്ത്രി P. പ്രസാദ് മറുപടി, നിങ്ങൾ കാർഷിക സർവകലാശാല കാവ്യവൽക്കരിച്ചോ എന്ന് ചോദിക്കും. അതുപോലെ ഈ പാരമ്പര്യ കൃഷി രീതി, പൈതൃക പാരമ്പര്യ കൃഷി രീതി, അതും ഈ പറഞ്ഞ ഒരു ബ്രോഡ് ഐഡിയോളജിയുടെ ഭാഗമാണ്. മൃഗസംരക്ഷണ വകുപ്പിൽ അത്തരം ഉണ്ട്. അപ്പോൾ ഇതിപ്പോ പൂർണ്ണമായും ഇന്ത്യ മഹാരാജ്യത്തെ സർക്കാർ നടപ്പാക്കുന്ന എല്ലാ നടപടികളിൽ നിന്നും വിഭിന്നമായി ഒരു തുരുത്തായി നിലനിൽക്കുക എന്ന് പറയുന്നത് അത് അസാധ്യമാണ്. ഞാൻ പറയുന്നത് ഇപ്പൊ കൃഷി വകുപ്പിന്റെയോ വെറ്ററിനറി വകുപ്പിന്റെയോ ഒന്നും അവരുടെ എന്താ പറയുക, അവർ പ്രത്യേക താല്പര്യപ്രകാരം നടപ്പാക്കിയൊന്നുമല്ല, മറിച്ച് ഈ പറഞ്ഞ മെയിൻ സ്ട്രീമിന്റെ ഭാഗമായി നിൽക്കുന്നതിന്റെ ഒരു കാര്യമാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഫീസ് വർധനയ്ക്കെതിരാണ് SFIയുടെ സമരം. അപ്പോൾ ഈ പറഞ്ഞ സർവകലാശാലകളിലെയൊക്കെ വിഷയം ചൂണ്ടിക്കാണിച്ച് CPM-ഉം SFIയും ഒക്കെ തിരിച്ചടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് വിഷയം കുറച്ചുകൂടി കലുഷിതമാവും. അപ്പോൾ എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വരും. ഇപ്പോൾ ഒരു ആവേശത്തിന് അങ്ങോട്ട് ചാടിയാൽ രണ്ട് ആവേശത്തിന് തിരികെ ഇങ്ങോട്ട് കയറാൻ പറ്റില്ല എന്നൊരു കാര്യത്തിലേക്ക് രണ്ട് കൂട്ടരും ഒരു പടി താഴേക്ക് ഇറങ്ങി ഒരു സമവായത്തിലൂടെ ഈ പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് എന്നുള്ളത് തോന്നുന്നു. അതിനുവേണ്ടിയാണ് CPM ഇന്നലെ അങ്ങനെ ഒരു ആശയം സെക്രട്ടേറിയറ്റിൽ മുന്നോട്ട് വെച്ചത്. ഏതായാലും പദ്ധതിയിലൊന്നും മെല്ലെ പോകാം, CPM ഒന്ന് തണുപ്പിക്കുന്നതിന് വേണ്ടി അതും അംഗീകരിക്കാൻ കഴിയാത്ത നിലപാട്. തീർച്ചയായും രണ്ടുപേരും സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പോക്ക് എങ്ങോട്ടാണ് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ഈ LDF യോഗം ചേരാനിരിക്കുന്നു, എക്സിക്യൂട്ടീവ് ചേരാനിരിക്കുന്നു. അതിനൊക്കെ മുമ്പ് ഏതെങ്കിലും തരത്തിലൊരു സമവായ ഫോർമുല ഉണ്ടാകുമോ ഇല്ലയോ നമുക്ക്